ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമുക്ക് ഖുർആനിന്റെ അത്യന്തം വായിക്കുമ്പോൾ തന്നെ നൈമിഷികമായ ഈ ലോക ജീവിതത്തെയും അനശ്വരമായ പരലോകത്തെയും വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ആമൂലാഗ്രം ഗ്രസിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വിശാലമായ വിഷയത്തിന്റെ ഒരു ആമുഖം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പാരത്രിക ജീവിതത്തിലുള്ള വിജയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ വിജയിക്കുക എന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ മനസ്സിലാക്കാതെ ഭൗതിക ജീവിതം തന്നെയാണ്, ഇഹലോക ജീവിതം തന്നെയാണ് എന്റെ എല്ലാം എന്ന് കണക്കാക്കി ജീവിക്കുന്ന മനുഷ്യരോടാണ് പരിശുദ്ധ ഖുർആൻ ഇത് നിമിഷാർദ്ധമുള്ള ഒരു ജീവിതം മാത്രമാണ്, കൊല്ലങ്ങളായി ഭൂലോകത്ത് ഒരുപാട് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നമുക്ക് 10-60 വർഷമായി ജീവിച്ചു തീർക്കാൻ കിട്ടിയ ഒരു അവസരം മാത്രമാണ് ഇഹലോകത്തിൽ എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ യഥാർത്ഥത്തിൽ പരലോക വിജയത്തിന് കാരണക്കാരനാക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാൻ ആ കാര്യങ്ങളിലുണ്ട്. പരലോകത്ത് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇഹലോകത്ത് തന്നെ നിരവധി സൗകര്യങ്ങൾ അതിനുണ്ട്. പക്ഷെ അതല്ല ഒരു ആമുഖം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ ഈ ലോകത്തെ ദുർബലമായി കണ്ടുകൊണ്ട് പരലോകത്തെ അനശ്വരമായി കാണുന്നത്? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒരുപാട് ജീവജാലങ്ങൾ ലോകത്തുണ്ട്, എണ്ണമറ്റ കോടിക്കണക്കിന് ജീവജാലങ്ങൾ. അതിലൊരു മനുഷ്യന് മാത്രമായി മനുഷ്യ നീ നശ്വരനാണ് ഈ ലോക ജീവിതത്തിൽ, മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തന്നെ നീയും മരിച്ചു പോകുന്നതാണ്. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല നിന്റെ ജീവിതം. നാളെ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുകയും നിന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇതെന്തിനാണ് മനുഷ്യനോട് മാത്രമായി പറയുന്നത്? അതല്ലെങ്കിൽ അതിന് മാത്രം എന്താണ് മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തരായി ഇരിക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നാം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു വിശ്വാസിയായാൽ പോലും നമുക്ക് അതിലൊരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുക. ഭൗതികമായ അതിനുള്ള കാരണങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നു. കോടിക്കണക്കായ ഒരുപാട് ജീവജാലങ്ങൾ അത് എന്ന് ജന്മമെടുത്തുവോ ഈ ലോകത്ത്, അന്ന് മുതൽ എപ്രകാരമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ജീവിത സന്ധാരണ മേഖലകളൊക്കെ തന്നെയും ഇന്നും അപ്രകാരം തന്നെ തുടരുന്നു. എന്നാൽ മനുഷ്യൻ അതിന്റെ ആവിർഭാവ കാലം മുതൽ ഇന്നോളം എത്തി നിൽക്കുമ്പോൾ എത്ര വ്യത്യാസങ്ങളാണ്, പുരോഗതികളാണ്, ഉയർച്ചകളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രം ചിന്തിച്ചാൽ മതി മറ്റുള്ള ജീവികളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന് തിരിച്ചറിയാൻ. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ വംശത്തെ, ആദമിന്റെ സന്തതികളെ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ എന്നാണ് എടുത്തു പറഞ്ഞ ഒരു വിശേഷണം. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു വിശേഷണം.
കരയിലും കടലിലും തന്റെ ഇഷ്ടപ്രകാരമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സഞ്ചരിക്കാനുള്ള വിവേകം, ബോധം, തിരിച്ചറിവ് മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു ജീവി തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു വാഹനം നിർമ്മിക്കുകയും കാലക്രമത്തിൽ അതിന് വ്യത്യാസപ്പെടുത്തി അതിന്റെ ഉയരങ്ങൾ താണ്ടുകയും ആധുനികമായ ഒരു മോഡൽ അതിനെ രൂപകൽപ്പനയും ചെയ്തത് നമുക്കറിയില്ല. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കരയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ അവൻ നിർമ്മിച്ചു. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തിന്റെ കീഴിലാണ് ഇപ്രകാരം ഒന്ന് സാധിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. കരയിലും ജീവിക്കുന്നത് ഇപ്രകാരം തന്നെ. കടലിലാകട്ടെ കാലങ്ങളോളായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ കപ്പൽ നിർമ്മിക്കുകയും അതിന്റെ അധുനാധുന മോഡലുകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കടലിടുക്കുകളിലും സഞ്ചരിച്ച് നീങ്ങാനുള്ള കഴിവ് മനുഷ്യൻ ആർജിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഭൗതികമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലാൻ സാധിക്കും. അതുതന്നെയാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്. എന്നാൽ ആത്മീയമായ, മാനസികമായ ജീവിതത്തിലോ മറ്റുള്ള ജീവികളൊന്നും തന്നെ തന്റെ ജീവിതത്തിൽ ഇന്ന് ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ്, നാളെ എനിക്ക് അമേരിക്കൻ പക്ഷിയെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ജീവജാലങ്ങളൊക്കെയും തന്നെ അങ്ങനെ തന്നെ. ഒരിക്കലും തന്നിന്റെ പ്രകാരം ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അവരുടെ ഹിദായത്ത് അത് എപ്രകാരമാണോ നിലനിൽക്കുന്നത് അതിൽ നിന്ന് ഇന്നും മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ല. എന്നാൽ മനുഷ്യനോ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ ഗഫൂറ, മനുഷ്യന് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഇപ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഈ റൂട്ടിൽ മാത്രമേ നിങ്ങൾ ജീവിക്കാവൂ എന്ന് അല്ലാഹു നിർദ്ദേശിച്ചു. കാലാകാലങ്ങളായി അതിനെ നിർദ്ദേശിക്കാവുന്ന പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരുന്നു. അവസാനമായി പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിർദ്ദേശങ്ങൾ നമുക്ക് വരച്ചു കാണിച്ചു തരികയും ചെയ്തു. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ ഗഫൂറ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തള്ളിക്കളയാം. ഈ മാനസികമായ സംതൃപ്തിയുടെ ജീവിത മേഖലകൾ വേർതിരിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ലോകത്ത് വ്യത്യസ്തമായ രംഗങ്ങളിൽ കയറി ചെല്ലാനുള്ള മനുഷ്യന്റെ വ്യത്യാസവും മാത്രം മതി മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതാണ് എന്ന് ചിന്തിക്കാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരിക്കലും ഒരു കാലത്തുള്ള മനുഷ്യരും നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിക്കുകയോ നാളെ വരാനിരിക്കുന്ന ശാശ്വത ലോകത്തെ അവഗണിച്ച് തള്ളുകയോ അതിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ മനുഷ്യൻ എനിക്ക് ചൊവ്വയിൽ പോകാനും ചന്ദ്രനിൽ കാലുകുത്താനും മറ്റുള്ള ലോകങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധിച്ചുവെങ്കിൽ ഞാൻ ചെറിയവനല്ല, എനിക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവോ നാളെ എത്തിപ്പെടേണ്ട ഒരു ലോകമോ ഇല്ല എന്ന് നിഷേധിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ആ വാക്കുകൾ തന്നെ എടുത്തു പറഞ്ഞു. വഖാലു, അവർ പറയുകയാണ്, ഇത്തരം ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, മാനിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. അവർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്ന മനുഷ്യൻ അവൻ അവന് വേണ്ടി വാദിക്കുന്നു. മാനിയ ഇല്ലാ ഹയാതുന ദുനിയാ, ദുനിയാവിലെ ഈ ജീവിതവും നമൂതു, നമ്മൾ മരിക്കുന്നു എന്നുള്ളതും നാം ജീവിക്കുന്നു എന്നുള്ളതും കാലഘട്ടങ്ങളിലൂടെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതല്ലാതെ അതിന് പിന്നിൽ
ഒരു നിയന്ത്രിക്കുന്ന ഒരാളുമില്ല. ഒരു 10-60 വയസ്സ് വരുമ്പോൾ ഞാനും മരിക്കും, ഒരു ആക്സിഡന്റിൽ ഞാനും മരിച്ചു പോകും എന്ന് ചിന്തിക്കാൻ മാത്രമേ നമുക്ക് തരമുള്ളൂ എന്നാണ് ബുദ്ധിജീവികളെന്ന് ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്ന, ചൊവ്വയിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതിനെ ഖണ്ഡിക്കുന്നത് അവർക്ക് അത് പറയാനുള്ള അർഹതയില്ല. അവർ എത്തിപ്പെട്ട മേഖലകളിൽ തന്നെ വിജ്ഞാനം അവർക്ക് കുറവാണ്. അതിന്റെ പൂർണ്ണത കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വിജ്ഞാനമില്ലാതെ, അതിന് ബോധമില്ലാതെ, അറിവില്ലാതെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു ധാരണ വെച്ചുകൊണ്ട് പറയുക മാത്രമാണ്. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ ആളുകളെ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ, നിങ്ങൾ അതിൽ വഞ്ചിതരായി പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. പ്രഥമമായ ആമുഖം ഇതാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വെവ്വേറെയുള്ള വാദങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. അതിലൊക്കെയും വീണു പോകുന്ന മനുഷ്യരാണ്. അവർ ലോകത്തിന്റെ നീതിയും അനീതിയും എടുത്തു പറയും, വിപ്ലവങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയും, മനസ്സമാധാനത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറയും. ഇതിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാത്ത, അല്ലാഹുവിന്റെ വചനങ്ങൾ പഠിക്കാത്ത ആളുകൾ വീണു പോകുന്നു എന്നുള്ളത് മുസ്ലിം പേരുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ആമുഖത്തിന്റെ ഭാഗമുണ്ട്. ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് തന്നെ അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മോട് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ ആളുകൾക്ക് നമുക്ക് എത്രമാത്രം മറ്റൊരാൾക്ക് മറുപടി നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്? നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ഈ ലോകങ്ങൾ ഒരുപാട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ മരിച്ചു പോകുന്നു, ഒരാളും തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് മറ്റുള്ളവർ വാദിക്കുന്നു. അത് ശരിയായിരിക്കാമെന്ന് മുസ്ലിംകളായ നമ്മളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ജീവിതത്തിന്റെ ഒരർത്ഥം കണ്ടെത്തേണ്ടതുണ്ട്. ഉണ്ടോ എന്ന ചോദ്യത്തിന് ജലരേഖയല്ല നമ്മുടെ ജീവിതം, അത് അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എവിടെയാണ് പരിശുദ്ധ ഖുർആൻ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരാമർശിച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, നിങ്ങൾക്ക് മരണം ഏർപ്പെടുത്തി തന്നവൻ, അതുവരെയുള്ള നിങ്ങളുടെ ജീവിതം ഏർപ്പെടുത്തി തന്നവൻ. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഇഹ്സാനോടുകൂടി ജീവിക്കുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഒരൊറ്റ വാക്കിൽ തന്നെ അല്ലാഹു അവസാനിപ്പിച്ചു. നിങ്ങളിൽ ആരാണ് ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണവും ജീവിതവും ഏർപ്പെടുത്തി തന്നത് എന്ന് അല്ലാഹു പറയുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ സമാധാനം അടയുന്നില്ല. കാരണം നമ്മുടെ ജീവിതം പലപ്പോഴും സന്തോഷത്തിന്റെ സന്ദർഭങ്ങളായിരിക്കും. അതിലേറെ ആരോടും പറയാൻ കഴിയാത്ത ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ അടക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞുകൂടുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് എങ്ങനെ സമാധാനം അടയാൻ കഴിയും? ഇത് ഒരു പരീക്ഷണമാണ് എന്ന് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? പരിശുദ്ധ ഖുർആൻ അത് വിട്ടുകളഞ്ഞില്ല. ഓരോന്നും നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒരു വിശ്വാസിക്ക് സമാധാനം കിട്ടുമാറ് അത് എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ സുന്ദരന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നാം സുന്ദരമായി വാർത്തെടുത്തിട്ടുള്ള നമ്മുടെ വീട്, നാം നമ്മുടെ വിയർപ്പ്, നമ്മുടെ ചോര നീരാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് സമ്പത്തുകൾ, ഇതെല്ലാം ലോകത്ത് നാം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ലോകത്ത് എന്തെല്ലാം അലങ്കാരങ്ങൾ നാം വെച്ചു തന്നിട്ടുണ്ടോ, എന്തെല്ലാം അലങ്കാരങ്ങൾ നമുക്കുണ്ടോ, നമ്മുടെ സന്താനങ്ങളാകട്ടെ, സൗഭാഗ്യങ്ങളാകട്ടെ, വീടാകട്ടെ, തോട്ടങ്ങളാകട്ടെ, സമ്പൽ സമൃദ്ധിയാകട്ടെ, ജോലിയാകട്ടെ, ഇതെല്ലാം
ഇത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ആരാണ് ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നല്ലാഹു പറയുന്നു. ഒരു ഉദാഹരണം മാത്രം അലങ്കാരത്തിന് വേണ്ടി പറയുക. നമുക്കറിയാം, നിങ്ങളോട് എന്നെ ആരാധിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുമോ എന്ന് പരിശോധിക്കുക മാത്രമാണ് നിങ്ങളെ കൊണ്ട് നാം ചെയ്യുന്നത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ അപ്രകാരമുള്ള ഗൗരവതരമായ ഒരു വാക്യം നമ്മോട് പറഞ്ഞു വെച്ചു. നമ്മുടെ മക്കളും സന്താനങ്ങളും വളർന്നു വരുമ്പോൾ അവരുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ബാധ്യതയായി തീരുന്നു. അവർ കിടക്കയിൽ നിന്ന് മാറുന്നില്ല, അവരുടെ ചുമകൾ മാറുന്നില്ല, അവരുടെ അസുഖങ്ങൾ തീരുന്നില്ല, അവർക്ക് ചിലവഴിക്കുന്ന സാമ്പത്തികരുടെ എണ്ണം കണക്കറ്റതാണ്. അതുകൊണ്ട് തന്നെ ആ സൗകര്യം നമ്മിൽ നിന്ന് ഇല്ലാതെയായി തീരുന്നു. ആരാണ് ഇഹ്സാൻ ചെയ്യുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ മാതാവിനെയും പിതാവിനെയും നൽകിയത് എന്നല്ലാഹു നമ്മോട് പറയുന്നു. അവിടെ അവസാനിക്കുന്നില്ല പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ. എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിരിക്കുകയില്ല. നമുക്ക് പലപ്പോഴും ദുഃഖങ്ങളായിരിക്കും. ഒരുപാട് ദുഃഖങ്ങളുള്ള മനുഷ്യർ ഒരേ രൂപത്തിലുള്ള അതല്ല എല്ലാവരുടെയും ദുഃഖങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളിൽ ആരാണ് ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ എന്ന് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ഓരോന്നായി കൊണ്ട് എണ്ണിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. ഈ പ്രയാസങ്ങളിൽ നിന്ന് ആർക്കും വിട്ടകന്ന് നിൽക്കാൻ സാധിക്കുകയില്ല. വലനബലുവന്നകും ബിശൈഇൻ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. മിനൽ ഖൗഫി ഭയം കൊണ്ട് പരീക്ഷിക്കും എന്നാണ് ആദ്യമായി എടുത്തു പറഞ്ഞത്. ആർക്കാണ് ഭയം കൊണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാകുക? എത്രമാത്രം സെക്യൂരിറ്റിക്കുള്ളിലാണെങ്കിലും ഏതൊരു രാജാവിനായാലും പ്രജക്കായാലും ഈ ഭയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നിമിഷം അവന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും നിലയ്ക്ക് അവന്റെ പ്രയാസങ്ങൾ വന്നു ചേരുമോ എന്നുള്ള ഭീതി അവനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിരന്തരം ഞാൻ മരിക്കുമോ എന്നുള്ള നിലയ്ക്ക് അവൻ ഡോക്ടറെ അടുത്തേക്ക് ഓടുന്നു. ഇപ്രകാരമുള്ള വ്യത്യസ്തമായ ഭയങ്ങൾ അവനെ എന്നും അവനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വിജയം അവന് കരസ്ഥമാക്കാൻ സാധിക്കണമെങ്കിൽ അതിലെന്തു ചെയ്യണം എന്ന് അവൻ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് എന്നാണ് എണ്ണിയത്. ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യത്തെ എണ്ണിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ദാരിദ്ര്യത്തെയായിരുന്നു എണ്ണിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ അത് നല്ല വാക്കല്ല ഉപയോഗിച്ചത്. കാരണം എന്റെ മക്കൾ ജനിച്ചത് മുതൽ അവൻ മരിക്കുന്നത് വരെ അവന്റെ ആസ്വാദ്യകരമായ ജീവിതത്തിൽ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല എന്ന് പിതാവിന് അല്ലെങ്കിൽ ആ മകൾക്ക് വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ ഖുർആൻ പറഞ്ഞത് നിങ്ങളെ വിശപ്പ് കൊണ്ട് പരിശോധിക്കുമെന്നാണ്, പരീക്ഷിക്കുമെന്നാണ്. വിശപ്പ് ഒരു നേരമെങ്കിലും ഇല്ലാത്ത ഒരു രാജാവ് ഉണ്ടായിട്ടുണ്ടാകുമോ? സമ്പന്നൻ ഉണ്ടായിട്ടുണ്ടാകുമോ? അതുകൊണ്ട് ആ വിശപ്പിന്റെ രംഗങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവന്റെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുക്കാൻ തോന്നിപ്പിച്ചാൽ നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എല്ലാമാണെന്ന് കരുതി വെച്ച നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലായിരിക്കും. നിങ്ങൾ സമ്പന്നനാണ്. ഒരു തിരമാലകൾ നിങ്ങൾ വിഴുങ്ങിയപ്പോൾ നിങ്ങൾ തെരുവിന്റെ മക്കളായി തീർന്നു. ഇപ്രകാരം ഒരുപാട് ഭൂകമ്പങ്ങളിൽ അതൊന്നുമല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥകൾ. നിങ്ങൾ പലപ്പോഴും മരിച്ചുപോയെന്ന് വരാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് താങ്ങും തണലുമായി തീർന്നിട്ടുള്ള പല ആളുകളും നിങ്ങളിൽ നിന്ന് വേർപെട്ടു എന്ന് വരാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇപ്രകാരം നിങ്ങൾക്ക് പരീക്ഷണം, ജീവൻ നാശം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണം നടന്നു എന്ന് വരാം. നിങ്ങൾ മക്കളെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം.
ഇവിടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഹ്സാനിന്റെ ഏറ്റവും നല്ല ഒരു മേഖല പറഞ്ഞു തന്നു. ഫബശ്ശിരി സ്വാബിരീൻ, നല്ല നിലയിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നിങ്ങൾക്ക് ജീവിത വിജയത്തിന്റെ മാർഗം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. രണ്ട് മേഖലകളാണ് നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തിയത്. ആ രണ്ട് കാര്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമായി നമ്മെ പഠിപ്പിച്ച ആരാണ് ഇഹ്സാൻ ചെയ്ത് ജീവിക്കുക എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താണ് എന്നാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്താണ് ഇഹ്സാൻ? അൻ തഅബ്ദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അവനെ കാണുന്നവനെ പോലെ. നിന്റെ സമക്ഷത്തിങ്കൽ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ്, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് ഉണ്ട് എന്ന ധാരണയോടുകൂടി നിന്റെ ഓരോ കാൽവെപ്പും നിന്റെ ഓരോ ഇബാദത്തുകളും നടത്തലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടുകൂടി നിനക്ക് ജീവിക്കാൻ സാധിക്കണം. ഇബാദത്തിന്റെ കാര്യങ്ങളിലാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആ ഇബാദത്തുകളിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള രംഗങ്ങളിലൊക്കെയും നാം വികസിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇശാ നമസ്കാരത്തിൽ നാം എടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബേ എന്റെ നമസ്കാരം, എന്റെ മറ്റാരാധനാ കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനായിരിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത മനുഷ്യൻ ഒരിക്കലും അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇഹ്സാൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇഹ്സാനോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഇഹ്സാനോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. അതാണ് ഈ വിശ്വാസത്തിന്റെ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശം. എന്നാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ പല രൂപത്തിലായിരിക്കും. മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ ഫഅമ്മാ ഇദാ മബ്തലാഹു റബ്ബുഹു, റബ്ബ് അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫഅക്രമഹു, എന്നിട്ട് ഒരുപാട് സൗകര്യങ്ങൾ അവന് നൽകിക്കൊണ്ട് അവനെ മാനിച്ചാൽ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, റബ്ബ് എന്നെ മാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നല്ല നല്ല പ്രവർത്തനങ്ങൾ അവൻ ചെയ്തേക്കാം, ഒരുപാട് ദാനധർമ്മങ്ങൾ അവൻ ചെയ്തേക്കാം, പല പള്ളിക്കും അവൻ പിരിവ് കൊടുത്തേക്കാം. എന്നാൽ വീണ്ടും അവനെ പരീക്ഷിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഒരൽപ്പം കുറച്ചു കളഞ്ഞു അല്ലാഹു. അന്ന് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരൽപ്പം അവന് നിർണയം വെച്ചു അല്ലാഹു. എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് അവൻ വിളിച്ചു പറയും. എന്തേ ഞാൻ ഇപ്രകാരമാവാൻ? ഞാൻ ഒരിക്കലും ഒരു മോശക്കാരനായിട്ടില്ല, പിന്നെ എന്തേ എന്റെ റബ്ബ് എന്നെ കൈവിട്ടു എന്നവൻ ചിന്തിച്ചേക്കാം. അപ്രകാരമുള്ള ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ അവന് തിരിച്ച് ചിന്തിക്കാൻ സാധിക്കണം, ഇഹ്സാനോടുകൂടി ജീവിക്കാൻ സാധിക്കണം. ലോകത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവിടെ ഒരു വിശ്വാസിക്ക് തിരിച്ചറിവ് കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. മറുപടി ഇഹ്സാനോടുകൂടി ജീവിച്ചവരാര് എന്ന് അവനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ലോകത്ത് ഒരുപാട് മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരെങ്കിലും ബുദ്ധിമുട്ടി എന്റെ ബുദ്ധിമുട്ടോടുകൂടി ലോകത്ത് ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞാനും അപ്രകാരം ജീവിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ ഒരിക്കലും മുതിരുകയില്ല എന്ന് അവന് തീർച്ചപ്പെടുത്താൻ സാധിക്കണം. പക്ഷെ നമ്മുടെ ലോകത്ത് അങ്ങനെയല്ല. ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്റെ ജീവിതവും അതിലേക്ക് ചുരുക്കി കെട്ടാനും ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും, ആളുകളുടെ മുമ്പിൽ ആക്ഷേപവാദമാകുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ,
ഇന്ന് വളരെ ഗൗരവത്തോടു കൂടി ആ കാര്യം കാണേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ നേരത്തെയുള്ള കാലഘട്ടം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏതെങ്കിലും നിലക്കും അവഗണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അതല്ലെങ്കിൽ അവഗണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അവളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് ഇതേ ആയുധം തന്നെ തിരിച്ചെടുത്തുകൊണ്ട് നല്ലവരായ വൃദ്ധരായ പുരുഷന്മാരെയും തന്റെ ക്യാമറകൾ വെച്ചുകൊണ്ട് തന്നോടൊപ്പം ലഭിക്കുന്ന ക്യാമറ കണ്ണുകൾ അവന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ജീവിതാവസ്ഥയിൽ ആക്ഷേപാർഹമായ ജീവിതം എനിക്ക് എന്തിന് എന്ന് ചിന്തിക്കുന്ന മനുഷ്യലോകമാണ് ഉള്ളത്. സ്ത്രീയും പുരുഷനും അപ്രകാരമാണ്. ഇവിടെ ഞാൻ എങ്ങനെയെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കണം, എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി വരുത്തിക്കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇസ്ലാം അവനെ പിന്നോട്ട് വലിക്കുന്നു. ഒരിക്കലും അല്ലാഹു അനുഗ്രഹമായി തന്ന, നിനക്ക് പരീക്ഷണമായി നൽകിയ ജീവിതം നിനക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് നീ പരീക്ഷണമായി എടുക്കണം. എങ്കിൽ അവൻ തിരിച്ചോദിക്കുന്നു, ഇപ്രകാരം ബുദ്ധിമുട്ടുകളിൽ കഴിഞ്ഞുകൂടിയവൻ ആരുണ്ട്? എങ്കിൽ ഞാനും അങ്ങനെ ജീവിക്കാൻ തയ്യാറാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഉദാഹരണമായി എടുത്തു പറഞ്ഞത്. വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ബഅത ഫിറഔൻ ഇദ് ഖാലത റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. മനുഷ്യനുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ രണ്ട് തരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്നുകിൽ ശാരീരികമായ പ്രയാസം, അതല്ലെങ്കിൽ മാനസികമായ പ്രയാസം. ഈ രണ്ട് ബുദ്ധിമുട്ടുകളുടെയും ഇടയിലാണ് മറ്റെല്ലാം വന്നു ചേരുക. സാമ്പത്തികമായ പ്രയാസങ്ങളാകട്ടെ, മറ്റു മാനഹാനികളാവട്ടെ, ഇതെല്ലാം ശാരീരികമായ പീഡനത്തിലോ മാനസികമായ പീഡനത്തിന്റെ ഉള്ളിലോ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു. ലോകത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശാരീരികമായ പീഡനം അനുഭവിച്ച ഒരു സ്ത്രീയെ നമുക്ക് മസലൻ എന്ന് വിശ്വാസികൾക്ക് ഇതാ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു. ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയാണ് നമ്മെ പഠിപ്പിച്ചത്. ഒരു സ്ത്രീയെ നമുക്ക് ഒരു ഉദാഹരണമായി, വിശ്വാസികൾക്ക് ഉദാഹരണമായി, ആർക്ക്? വിശ്വാസികൾക്ക് ഉദാഹരണമായി ലോകത്തിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നുപോയിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറബല്ലാഹു മസലൻ എന്ന നിലയ്ക്ക് പഠിപ്പിച്ചില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ പഠിപ്പിച്ചില്ല. അപ്പൊ മറ്റെന്തോ ഒരു ലക്ഷ്യം അതിലുണ്ട്. ദുർബല മനസ്കരായ ഏതെങ്കിലും ഒരു പ്രയാസം, പ്രശ്നം തന്റെ മുമ്പിൽ വന്നുപെട്ടാൽ ഇനി എനിക്ക് മരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീയെ തന്നെയാണ് നമുക്ക് മുമ്പിൽ ഉദാഹരണമായി കൊണ്ടുവന്നത്. അതിന്റെ മഹത്തായ ലക്ഷ്യം അതായിരിക്കാം. എങ്കിലും തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഈ ഉദാഹരണം ഏറ്റവും ഉപകാരപ്പെടണം. ഫറോവ ചക്രവർത്തിയുടെ ഭാര്യ ശാരീരികമായി പീഡനം അനുഭവിക്കുന്ന കൂട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ പീഡനം അനുഭവിച്ച സ്ത്രീയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഫറോവ ചക്രവർത്തിയുടെ ഭാര്യ, ചരിത്രങ്ങളിൽ ആസിയ ബീവി എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ള ആ വനിത രാജകൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ വിശ്വസിച്ചു. തന്റെ വിശ്വാസം രഹസ്യമായി കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ആ സ്ത്രീക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറി പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പലപ്പോഴായി ഫറോവ ചക്രവർത്തി പല വാക്കുകളും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടും അതിൽ നിന്ന് പിന്മാറാത്ത ഒരവസ്ഥ തന്റെ ഭാര്യക്കുണ്ടായപ്പോൾ രാജകിങ്കരന്മാരെ വിട്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ചാട്ടവാറുകൾ നിരന്തരം അവരെ ഏൽപ്പിച്ചു. ദിവസവും അവരെ മാറാൻ വേണ്ടി ചിന്തിപ്പിച്ചു. എന്നിട്ടും അവർ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിക്രൂരമായ മർദ്ദനങ്ങൾ അവരെ ഏൽപ്പിക്കുകയും മരണത്തോടടുപ്പിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്രകാരം ശാരീരികമായി
മദ്യപാനം കൊണ്ടോ മറ്റു ഉപദ്രവങ്ങൾ കൊണ്ടോ തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവം ഏൽപ്പിക്കുന്നുവെങ്കിൽ തന്റെ മാതാവും പിതാവുമുള്ള സ്വന്തം വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതിന് സാഹചര്യമില്ലാത്ത ഒരു സന്ദർഭമായിരുന്നു അത്. ഇനി അതല്ല, ഒരു കുടുംബ കോടതിയിൽ ഒരു സ്ത്രീക്ക് പരാതി നൽകാം, അതിനും പറ്റാത്ത ഒരവസ്ഥ. ഫറോവ ചക്രവർത്തി തന്നെയാണ് എല്ലാ ന്യായവും വിധിക്കുന്നത്. അതുകൊണ്ട് തനിക്കും അതിനും രക്ഷയില്ല. ഏതെങ്കിലും നാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരു സ്ത്രീ ആയതുകൊണ്ട് അതുമില്ലാത്ത ഒരു ദുരവസ്ഥ. ഇപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കും ചിന്തിക്കുക, ഞാൻ മരിക്കുക തന്നെ, ഇത് തന്നെയാണ് എന്റെ രക്ഷ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് അവിടെയാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ട്, ഇല്ല, എനിക്കെന്ന് അള്ളാഹു തന്ന ജീവിതം ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറയുകയും അള്ളാഹുവിലേക്ക് തന്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. ഇത് റബ്ബേ, നാളെ ശാശ്വതമായി എനിക്ക് കിട്ടാനുള്ള ആ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നീ ഒരു കൂര എനിക്ക് പണിതു തരികയാണെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ പടവളപ്പിനേക്കാൾ എനിക്ക് ആവശ്യം ആ സ്വർഗ്ഗപൂങ്കാവനമാണ് റബ്ബേ എന്ന് ഫറോവ ചക്രവർത്തിയുടെ ഭാര്യ ആ കൊട്ടാരത്തിന്റെ സർവ്വ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും റബ്ബേ, ഈ ഫറോവ ചക്രവർത്തിയുടെ അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ അക്രമികളായ ഈ ജനതയിൽ നിന്നും റബ്ബേ എന്നെ തിരിച്ചു വിളിക്കണമേ എന്ന് അങ്ങേയറ്റം കരഞ്ഞു കേണപേക്ഷിച്ചു ഫറോവ ചക്രവർത്തിയുടെ മുസ്ലിമായ ഭാര്യ. ഒരു വിശ്വാസിക്ക് എന്തെന്ത് പീഡനം ഏത് മേഖലകളിൽ നിന്നുണ്ടായാലും താൻ തെറ്റുകാരനല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നുള്ള തെറ്റല്ലാത്ത മറ്റൊരു തെറ്റും ചെയ്യാത്ത ഒരു ഘട്ടം അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ആ റബ്ബിന്റെ ശാശ്വതമായ സ്വർഗ്ഗപൂങ്കാവനത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് വിശ്വാസിക്ക് വിശ്വാസിക്ക് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചതിലൂടെ നമുക്കുണ്ടാകുന്ന മാനസികമായ സംതൃപ്തി. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ കർമ്മ മേഖലകളിൽ, ജോലിയുടെ അവസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വീട്ടിൽ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൊക്കെയും നമുക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഇത്ര നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ മൗനം വീക്ഷിക്കുന്നത്. പരലോകത്ത് എനിക്കൊരു സൗകര്യം കിട്ടും, അള്ളാഹു എന്നെ കണ്ടറിയും എന്നുള്ള ഒരു ബോധത്തോടു കൂടി ജീവിക്കാനുള്ള അവസരമാണ്. ഇത് ശാരീരികമായ പീഡനത്തിന് നമുക്കൊരു ഉദാഹരണമാണെങ്കിൽ, മാനസികമായ പീഡനമാണ് ഒരുപാട് ആളുകൾക്കുള്ളത്. ആരോടും പറയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ആരോടാണ് പറയുക? ഒരുപാട് സാമ്പത്തികമായ ഉയർച്ചയുള്ള മനുഷ്യൻ ഗൾഫിൽ പോയി ഒരുപാട് സമ്പാദിച്ചു നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒരാൾക്ക് കൈനീട്ടാൻ കഴിയും. അങ്ങനെ നാട്ടിലെത്തുമ്പോൾ അങ്ങനെ ഒരു ദുരന്തപൂർണമായ ഒരവസ്ഥയുണ്ടാകും. ഇവിടെ തന്നെയാണെങ്കിലും ഒരുപാട് മാനസികമായ പ്രയാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ, ഇവിടെ വിശ്വാസിയും ചിന്തിക്കുന്നു, ഞാനും ഇപ്രകാരമുള്ള ഒരു മനുഷ്യനല്ലേ, ഞാൻ എന്തിന് ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് ജീവിക്കണം, മാനസികമായ പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കണം, ഒരു കടലാസിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക്, മുസ്ലിമാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ അനുയായിയാണെങ്കിൽ ഒരിക്കലും അത് പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പാടില്ല? നിങ്ങൾ സഹിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ താരതമ്യേന പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന മാനസിക പ്രയാസത്തിന് വളരെ കുറവായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. വിശ്വാസികൾക്ക് രണ്ട് ഉദാഹരണങ്ങളെയാണ് പറഞ്ഞത്. അതിലൊന്ന് ശാരീരികമായ പീഡനം അനുഭവിച്ച ആസിയ ബീവിയാണെങ്കിൽ, രണ്ടാമത് മറിയം ബീവിയെ കുറിച്ചാണ്. ഇമ്രാനിന്റെ മകൾ മറിയം. ലോകത്ത് ഇപ്രകാരം മാനസികമായ പ്രയാസം അനുഭവിച്ച ഒരു സ്ത്രീ ലോകത്തുണ്ടായിരിക്കുകയില്ല, മനുഷ്യനുണ്ടായിരിക്കുകയില്ല. ഒരു ഭർത്താവില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞുമായി വരിക, എന്തായിരിക്കും അവസ്ഥ? ഇത് ജനങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ ഒരു യുവതിക്ക്? അവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ
അത്ഭുതകരമായ ഈ കാര്യം അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തം വന്നു കേൾപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞുണ്ടാവുകയോ ഞാനൊരു പുരുഷനെയും ഇതുവരെ സ്പർശിച്ചിട്ടില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തേവിടിശിയായി ജീവിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാവും? റബ്ബേ, ഇത് വല്ലാത്ത ഒരു പരീക്ഷണം തന്നെ എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യൻ, ഏതൊരു സ്ത്രീയും പറഞ്ഞു പോകുന്ന രൂപത്തിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആ പദപ്രയോഗം നമ്മുടെ മനസ്സിനെയും സ്പർശിക്കേണ്ടതാണ്. പ്രസവത്തിന്റെ സമയമായി ജനങ്ങളിൽ നിന്ന് മാറി ഒരു ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് അവർ മാറിയപ്പോൾ കാലത്ത് അവർ പറഞ്ഞുപോയി, റബ്ബേ, ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതേ പദപ്രയോഗം, ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ആ വാക്ക് സൂചിപ്പിച്ചു. മനസ്സിൽ തോന്നിയതാണെങ്കിലും പറഞ്ഞതാണെങ്കിലും അള്ളാഹ് എല്ലാം അറിയുന്ന അള്ളാഹു ആ പദം നമ്മോട് ഉണർത്തിയത് നമ്മുടെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം കയറുകൾ എടുത്തിട്ടുണ്ടാകാം, ഗുളികകൾ എടുത്തിട്ടുണ്ടാകാം, വിഷങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതൊക്കെയും മാറ്റിവെച്ചത് അള്ളാഹു നൽകിയ എന്റെ ജീവിതത്തിന്റെ മഹാ അനുഗ്രഹമായ ജീവിതം അത് അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ ഞാൻ അതിലേക്ക് വഴങ്ങുകയുള്ളൂ എന്ന് ഓർമ്മയുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്രകാരം ചിന്തിക്കാൻ ഈ മറിയം ബീവിയുടെ കഥ നമുക്ക് ഉപോത്ബലകമായിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് ഫലം നൽകേണ്ടത്. എത്രത്തോളം ജനങ്ങൾ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇബ്രാസൗൻ വമാ കാനത് ഉമ്മുകി ബായിയ. ജനങ്ങൾക്കിടയിലേക്ക് തന്റെ കയ്യിൽ ഒരു കുഞ്ഞുമായി ഒരു യുവതി, ഭർത്താവില്ലാത്ത ഒരു യുവതി കുഞ്ഞുമായി വന്നപ്പോൾ ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. അവർ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ, ഏ ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇബ്രാസൗൻ വമാ കാനത് ഉമ്മുകി ബായിയ. നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു, ഏ ഹാറൂനിന്റെ സഹോദരി, നിന്റെ മാതാവോ പിതാവോ ഒരു മോശക്കാരിയോ ആയിരുന്നില്ല, പിന്നെ നീ എന്ത് ഇപ്രകാരമായി തീർന്നു എന്നവരോട് ചോദിച്ചു. അതിനുള്ള മറുപടിയായി കൊണ്ട് അവർക്ക് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടിലിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിലേക്ക് അവർ ചൂണ്ടി. ഇതിന് മുമ്പുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ, കുഞ്ഞിനെ പ്രസവിച്ച് ആ ഭാഗത്ത് കുഞ്ഞ് കിടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ബേജാറുണ്ടാകുമ്പോൾ ഒരു ശബ്ദം, അത് കുഞ്ഞിന്റെ വാക്കുകളാണ് എന്ന് ചില ചരിത്രകാരന്മാർ, ചില ഖുർആൻ മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫനാദാഹ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയ. അല്ലാ തഹ്സനി, മറിയം, ഒരിക്കലും നീ വേദനിക്കേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. അള്ളാഹു ഇതിനൊരു രക്ഷാമാർഗം ഉണ്ടാക്കി തരും, നിനക്കതിനുള്ള എല്ലാ വിജയത്തിന്റെ മാർഗങ്ങളും ഒരുക്കി തരും എന്ന് ഒരു ശബ്ദം, അതല്ലെങ്കിൽ കുഞ്ഞ് പറഞ്ഞു എന്നാണ് രണ്ട് രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾക്ക് ഈ കഥ ഒരു ആശ്വാസമായിരിക്കണം. ഈ ചെറിയ കുട്ടി തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനോട് ഞങ്ങൾ സംസാരിക്കണമെന്നാണോ നീ ആജ്ഞാപിക്കുന്നത്? ഇപ്രകാരമുള്ള തെറ്റ് ചെയ്തു വന്നുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വന്ന് ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നാൽ കുഞ്ഞു പറഞ്ഞു, തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുഞ്ഞു പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം നൽകും. വജഅലനി നബിയ, എന്നെ അല്ലാഹു പ്രവാചകനുമാക്കുമെന്ന് ജനങ്ങൾ നോക്കി നിൽക്കെ തൊട്ടിലിൽ നിന്ന് സംസാരിച്ച മറ്റു കുട്ടികൾ, ഒന്ന് രണ്ട് കുട്ടികളിൽ മൂന്നാമനായി കൊണ്ട് നമ്മെ പരിചയപ്പെടുത്തിയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മാതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞു വെച്ചു. പരിശുദ്ധ ഖുർആനിലൂടെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സമാധാനം നൽകേണ്ടത്, ഇപ്രകാരമുള്ള ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് റബ്ബ് എനിക്ക് തീർത്തു തരും എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത് എന്നൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ, മനസ്സമാധാനം അടയാൻ കഴിയണം. എപ്രകാരം
പരിശുദ്ധ ഖുർആൻ മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞു, ഒരിക്കലും അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിച്ചവരാണ്, സംരക്ഷിച്ചവരാണ്. എല്ലാവരും ജീവന്റെ ഭാഗം ഊതുന്നത് പോലെ, റൂഹ് ഊതുന്നത് പോലെ നമ്മൾ അവരിലും ഊതി എന്ന് മാത്രം, അതിന്റെ കാലത്തിൽ അവർ പ്രസവിച്ചു എന്ന് മാത്രം. അതേ പ്രകാരം അള്ളാഹു ഇതൊരു ദൃഷ്ടാന്തമാക്കി നിലനിർത്താമെന്ന് കരുതിയിരുന്നു. ആ ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഖുർആനിന്റെയോ മറ്റു വേദങ്ങളുടെയും സന്ദേശം ഇപ്രകാരം വന്നിരിക്കുന്നു, അത് സത്യപ്പെടുത്തുകയും ചെയ്തു. അവർ അങ്ങേയറ്റത്തോടെ ഭയഭക്തിയുള്ളവരായി ജീവിച്ച സ്ത്രീയായിരുന്നു. അതുകൊണ്ട് മാനസികമായ പ്രയാസങ്ങളിൽ നമുക്കെല്ലാം സഹിക്കാൻ, എല്ലാം ത്യജിക്കാൻ ഈ കഥ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണപ്പെട്ടതായിരിക്കണം. നമ്മുടെ ഒരു ഭാഗമുണ്ട്, നമ്മൾ അല്ലാഹുവിന്റെ കലിമത്തുകൾ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്, അത് ഞാൻ സത്യപ്പെടുത്തിയവരാണ് എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ശാശ്വതമായ ആ ലോകത്ത്, ആ ലോക വിജയത്തിന് വേണ്ടി ഈ നൈമിഷികമായ ഭൗതികമായ ജീവിതം നമുക്ക് ധന്യമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാം. ഈ ചരിത്രങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓടിവെച്ച ആയത്ത് ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് അവന് തള്ളിപ്പറയാൻ സാധിക്കുക? സൂറത്തുർ റഹ്മാൻ, ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത്. പരിശുദ്ധ ഖുർആനിൽ പരലോകത്തെ കുറിച്ച് ഏറ്റവും നന്നായി വർണ്ണിച്ച സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തിൽ പരലോകത്തുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളെ കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, ദുനിയാവിലുള്ള ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കുക? ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കുക? എന്നിട്ടല്ലേ നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾക്ക് ഇപ്രകാരം ഉണ്ടാകുമെന്ന് പറയുന്ന അനുഗ്രഹങ്ങളെ തള്ളി പറയാനാവുക? അതുകൊണ്ട് നിങ്ങൾ ധാരണ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, അറിവില്ലാതെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ബോധത്തോടുകൂടി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. ഹൽ ജസാഉൽ ഇഹ്സാൻ, ഇവിടെ ഇഹ്സാനോടുകൂടി അല്ലാഹു എന്നെ കാണുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു എന്നെ കാണുന്നു, പതിയിലും നിരീക്ഷിക്കുന്നു എന്ന രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഒരു തെറ്റും ചെയ്യാതെ എല്ലാ പ്രയാസങ്ങളും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ നിയമത്തിന് വിധേയമായിക്കൊണ്ട് ജീവിച്ച മനുഷ്യരാണെങ്കിൽ ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, ആ ഇഹ്സാനോടുകൂടി ജീവിച്ച മനുഷ്യന് നാളെ പരലോകത്ത് ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക? ആ ഇഹ്സാനിന്റെ കണക്ക് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സുപോലും ചിന്തിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളായിരിക്കും ആ ശാശ്വതമായ ലോകത്തുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് നമുക്ക് തള്ളി പറയാനാവുക? ചൊവ്വയിൽ പോയി എന്നുള്ളത്, പോകുമെന്നുള്ളതും ചന്ദ്രനിൽ താമസിക്കുമെന്നുള്ളതും ഇപ്രകാരമുള്ള അഹങ്കാരങ്ങൾ എന്ത് സമ്മാനമാണ് അവന് നൽകുക? അതുകൊണ്ട് ലോകത്ത് ബുദ്ധിജീവികളാണെന്ന് പറയുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് ഒരിക്കലും അപ്രകാരം നമ്മുടെ മനസ്സിനെ ചാഞ്ചല്യമുള്ളതാക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ഇതിലേക്ക് ഉപോത്ബലകമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും സന്തോഷങ്ങളുടെയും നിമിഷങ്ങൾ ഉണ്ടാകും, തീർച്ചയാണ്. എന്നാൽ മനുഷ്യനിൽ വിശ്വാസിയെ പോലെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അന്നബി യഹ്യ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു അബൂ യഹ്യയിൽ നിന്ന് ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കേട്ടു പരിചയമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അജബൻ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതം തന്നെ. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ,
അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ വരാവുന്ന സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും എല്ലാ നിമിഷങ്ങളും അവന് ഹൈറായി വരുന്നു. ഇതിലേറെ അത്ഭുതകരമായ ഒരു കാര്യം ലോകത്തുണ്ടാകാനില്ല. ഒരു ശാസ്ത്രജ്ഞനാവട്ടെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവൻ മോശക്കാരനായി തീരും, അവനെ മാറ്റി നിർത്തപ്പെടും. ഒരു കളിക്കാരനാണെങ്കിൽ അവനെ പിന്തള്ളപ്പെടും, കാര്യം കൊണ്ട് അവനെ അകറ്റി നിർത്തപ്പെടും. ഇപ്രകാരമുള്ള ഒരുപാട് അവഗണനകൾ എല്ലാം ഉള്ള മനുഷ്യരാണ് എന്ന് വരുമ്പോൾ വിശ്വാസിക്ക് ഇതിലെല്ലാം ഏതൊരു മേഖലയിലാണെങ്കിലും അവന്റെ കാര്യങ്ങൾ ഹൈറാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വിശ്വാസിക്കല്ലാതെ മറ്റൊരു മനുഷ്യനും അപ്രകാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതെന്താണ് ആ വ്യത്യാസം? അവനൊരു നല്ല കാര്യം ബാധിച്ചു, ഒരു നല്ല കാര്യം ഉണ്ടായാൽ അവന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടായി, ഒരു സന്തോഷകരമായ നിമിഷമുണ്ടായി. ശകറ, അവൻ അതിന് അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തി. ആ ശുക്ർ രേഖപ്പെടുത്തിയത് ഫകാന ഖൈറൻ, അത് അവന് ഗുണമായി തീരുന്നു. ഒരു മോശമായ, ഒരു ബുദ്ധിമുട്ടേറിയ, കഷ്ടപ്പാടേറിയ ഒരു പരീക്ഷണം അവന്റെ ജീവിതത്തിൽ വന്നുപെട്ടു. ഇന്നലെ വരെ ഇല്ലാത്ത ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് മറ്റുള്ള അവസ്ഥകൾ കൊണ്ട് വന്നു. സ്വബറ, അവൻ ക്ഷമിച്ചു, സഹിച്ചു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണമായി തീരുന്നു. ഇപ്രകാരം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ ഘട്ടങ്ങളും അവന് ഹൈറായി തീരുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിച്ചാൽ പരലോക ജീവിതം നമുക്ക് ധന്യമാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഇഹലോക ജീവിതം നീ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം. ആരെയും പരിചയമില്ല, ഇവിടെ നിന്ന് എനിക്ക് കടന്നു പോകണം, എല്ലാവരെയും പരിചയമുള്ള ഒരു ലോകത്ത് എനിക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണം. അല്ലെങ്കിൽ ഒരു മുറിച്ചു കിടക്കുന്ന വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം, ഒരു തണലിൽ വിശ്രമിക്കുന്നവനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം ഈ ദുനിയാവിലെ ജീവിതം എന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം. നീ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചോ, നീ ഈ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചോ, നീ എന്നും ഇവിടെ ജീവിക്കും എന്നവരെ പോലെ. ഒരുപാട് സമ്പാദിക്കാൻ നിനക്കുള്ള അവസരങ്ങളുണ്ട്, അതൊന്നും നീ മോശമായി കാണേണ്ടതില്ല. നീ നിന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. നാളെ തന്നെ ഞാൻ മരിച്ചു പോകും, നാളെ ഒരു പ്രഭാതം എനിക്കുണ്ടാവുമെന്ന് എനിക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നൊരു ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. ഈ നൈമിഷികമായ ജീവിതം ശാശ്വതമായ പരലോകത്തിന് വേണ്ടി ധന്യമാക്കാൻ സാധിക്കും. ഒരു കാര്യവും കൂടി, ഇത് സഹിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആശ്വാസം നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നിന്ന് ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവർക്കും പരിചയമുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം. മക്കയിൽ നിന്ന് എല്ലാവരും ഹിജറ പോയി. അക്കൂട്ടത്തിൽ അബൂ സലമയും ഹിജറ പോയിട്ടുണ്ട്. അബൂ സലമ ഹിജറ പോയപ്പോൾ, നിനക്ക് വേണമെങ്കിൽ പോകാം, നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ യാത്രയായി. എന്നിട്ട് തന്റെ ഭർത്താവ് ഉള്ള നാട്ടിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള നാട്ടിലേക്ക് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഒരിക്കൽ പോകാൻ ഇവർ അനുവദിച്ചു. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് അവർ ഇവരെ തടങ്കലിൽ വെച്ചു. ഉമ്മു സലമ ബീവിയെ തടങ്കലിൽ വെച്ചു. തന്റെ കുഞ്ഞിനെ മറ്റൊരു ഭാഗത്തെ താമസിപ്പിച്ചു. ഇപ്രകാരമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് അവസാനം പോകാൻ പറ്റി. അങ്ങനെ നടന്നുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ഉമ്മു സലമ ബീവിക്ക് കാലങ്ങൾക്ക് ശേഷം, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നു. അബൂ സലമ നഷ്ടപ്പെടുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച്
എന്തായിരിക്കും അവസ്ഥ? എല്ലാ പ്രതീക്ഷകളും നൽകുന്ന തന്റെ ഭർത്താവ് നഷ്ടപ്പെടുന്ന അവസ്ഥ. വിശ്വാസിയായ ഉമ്മു സലമ എല്ലാം സഹിച്ച് ജീവിക്കാൻ തയ്യാറായി. വിശ്വാസികളിൽ പല ആളുകളും ചിന്തിച്ചു, എനിക്ക് അത്തരം ധന്യമായ ജീവിതം നയിച്ച ഒരു സ്ത്രീക്ക് ഒരു ജീവിതം നൽകാൻ എനിക്ക് സാധിക്കണമെന്ന് ചിന്തിച്ചു പല സഹാബികളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിനക്കുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ നീ അല്പം ക്ഷമിക്കുക. ഇദാ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശ്വാസികളെ, നിങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിർജാഇനെ തേടുക, മടക്കം തേടുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. റബ്ബേ, എനിക്ക് നല്ല ഒരു അവസ്ഥ ഉണ്ടാകണേ എന്ന് പറയുക. ഇപ്രകാരം പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉമ്മു സലമയെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവർ ചിന്തിച്ചു പോയി, എന്റെ ഭർത്താവിനേക്കാൾ അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് ഇനി കിട്ടാനോ? എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്നെ പൊന്നുപോലെ താലോലിച്ച എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇനി അതിലേറെ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുകയില്ല എന്നവർ ചിന്തിച്ചു. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ കല്യാണം അന്വേഷിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെയാണ് ആദ്യം വിവാഹം ചെയ്തിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭാര്യ മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റുമായി അന്വേഷിച്ചുകൊണ്ട് ഈ വിവാഹത്തിന് വേണ്ടി തയ്യാറായപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് അവളേക്കാൾ നല്ല ഒരാളെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പ്രവാചകന്റെ ആ പ്രാർത്ഥന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ മകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയുണ്ടായി. അവർക്ക് ഉമ്മു സലമയേക്കാൾ നല്ല ഒരു ഭാര്യയെ കിട്ടി. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, റബ്ബേ, എന്നെ ഈ മുസീബത്തിൽ നിന്ന് എനിക്ക് പ്രതിഫലം നൽകണമേ, ഞാൻ ഇതിൽ സഹിക്കുന്നതിൽ ക്ഷമിക്കുന്നതിൽ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയപ്പെട്ട ഉമ്മു സലമയ്ക്ക് ഭർത്താവായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കിട്ടി. പ്രവാചകന്റെ ഭാര്യയായിട്ടാണ് പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്. നാം ഒന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തീർത്തു തരാൻ കഴിവുള്ളവരാണ് നാഥൻ. ആ ഒരു ബോധത്തോടുകൂടി ഇനി എല്ലാം തകർന്നാലും എനിക്കൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം കിടക്കയിലായാൽ പോലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ, ഓരോ നിമിഷങ്ങളും തള്ളി നീക്കാൻ നമ്മുടെ ജീവിതം വിശ്വാസം കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. പാരത്രിക ലോകത്തെ വിജയം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് ശാശ്വതമായ ജീവിതം അതാണ്. ഇഹലോക ജീവിതം നശ്വരമാണ്. ഇതൊരു ആമുഖം മാത്രമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിശാലമായ സന്ദേശങ്ങളൊക്കെയും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്രകാരം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ജീവിതം പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നാം ശ്രമിക്കുക. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പാരത്രിക ലോകത്ത് നമുക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والسلام عليكم ورحمة الله.